കഴിഞ്ഞയാഴ്ച കായംകുളത്തുണ്ടായ കോൺഗ്രസ് CPM സംഘർഷത്തിൽ CPM പ്രവർത്തകരുടെ മർദ്ദനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൗൺസിലറുമായ കെ പുഷ്പദാസിനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLAയും സന്ദർശിച്ചു. ഭരണത്തിന്റെ തണലിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ കായംകുളം നഗരത്തിൽ നടത്തിയ CPM ആക്രമണമെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. കായംകുളത്ത് കഴിഞ്ഞയാഴ്ചയുണ്ടായ CPM കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് CPM പ്രവർത്തകരുടെ ആക്രമണത്തിൽ മർദ്ദനമേറ്റ് ചികിത്സയിൽ കഴിയുന്ന DCC ജനറൽ സെക്രട്ടറി കെ പുഷ്പദാസിനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLAയും സന്ദർശിച്ചു. ഭരണത്തിന്റെ തണലിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സംസ്ഥാനത്തുടനീളം വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുകയാണ് CPM എന്നും ഇതിന്റെ ഭാഗമായാണ് കായംകുളം നഗരത്തിലും ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടന്നതെന്നും KPCC പ്രസിഡന്റ് പറഞ്ഞു. CPM ആക്രമണം നടത്തുന്നത് പോലീസിന്റെ സാന്നിധ്യത്തിലാണ്. ഇത് ഏറെ ഗൗരവതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കുറ്റവാളികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കായംകുളത്തെ CPM ഗുണ്ടകളുടെ അക്രമത്തിൽ പരിക്കുപറ്റിയ കോൺഗ്രസ് നേതാവ് പുഷ്പദാസിനെ സന്ദർശിക്കുന്നതിനാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. പോലീസിന്റെ സാന്നിധ്യത്തിലാണ് യാതൊരു പ്രകോപനവുമില്ലാതെ അറിയപ്പെടുന്ന പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവ് മുനിസിപ്പൽ ചെയർമാനായിരുന്ന ഇപ്പോഴും 25 വർഷമായിട്ട് മുനിസിപ്പൽ കൗൺസിലറായി തുടരുന്ന ഏറ്റവും സ്വീകാര്യനായ ഒരു പൊതുപ്രവർത്തകനെയാണ് അകാരണമായി ക്രൂരമായിട്ട് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇത് CPM കായംകുളത്ത് മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഭരണത്തിൻ്റെ ഹുങ്കിൽ പോലീസിൻ്റെ സഹായത്തോടെയാണ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഈ അക്രമം അഴിച്ചുവിട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെയും പോലീസ് മേധാവികളുടെയും പിന്തുണയോടെയാണ് CPM ഗുണ്ടായിസം നടമാടുന്നത്. ഇതിൽ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ആളുകളും ശക്തമായിട്ടുള്ള ഞങ്ങളുടെ പ്രതിഷേധത്തിൽ പങ്കുചേരണം. പോലീസ് ഈ കാര്യത്തിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിക്കണം. ഈ കേസുകൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കണം. പക്ഷപാതപര അന്വേഷണമാണിപ്പോൾ പലപ്പോഴും മുകളിൽ നിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. പുഷ്പദാസിൻ്റെ പരിക്ക് വളരെ ഗൗരവമേറിയതാണ്. ആയതുകൊണ്ട് അത്തരത്തിലുള്ള വകുപ്പുകൾ ചേർത്ത് ഈ കേസിൽ അന്വേഷണം നടത്തണം. ഇവിടെ പൗരസ്വാതന്ത്ര്യത്തിനും സംഘടനാ സ്വാതന്ത്ര്യത്തിനും വിലക്ക് ഏർപ്പിക്കാനാണ് CPM ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിലുള്ള വലിയ പ്രതിഷേധത്തിൽ, ജനങ്ങളുടെ പ്രതിഷേധത്തിൽ, കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. പുഷ്പദാസിൻ്റെ വീട് സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ സൗകര്യങ്ങൾ അന്വേഷിച്ചു. അതുപോലെ തന്നെ നിരവധി ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് സത്വര നടപടികൾ ഉണ്ടാകണം. അക്രമകാരികളെ, ക്രിമിനൽ കേസുകളിലെ പ്രതികളെ, കൊലക്കേസിലെ പ്രതികളെ പോലും സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ നികുതി പണം ചെലവഴിക്കുന്ന, അവർക്ക് വേണ്ടി പിരിവെടുക്കുന്ന, കൊലപാതക കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്ന ആളുകളെ ആർപ്പുളിയോടെ സ്വീകരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നയമാണ് അക്രമ രാഷ്ട്രീയത്തിന് വഴിവെക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ വർഷങ്ങളായി അടുപ്പമുള്ള വളരെ ബഹുമാനമുള്ള നേതാവാണ് ശ്രീ പുഷ്പദാസ്. കായംകുളത്തെ ജനങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ട നേതാവാണ്. എനിക്ക് ആദ്യം കേട്ടപ്പോൾ വിശ്വസിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തെ ആക്രമിച്ചു, അദ്ദേഹത്തെ ആക്രമിക്കാൻ തയ്യാറായി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എത്തി നിൽക്കുന്ന ജീർണതയാണ് അത് കാണിക്കുന്നത്. തീർച്ചയായും കായംകുളത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഇക്കാര്യത്തിലുണ്ട്. KPCC ഇക്കാര്യത്തിൽ എല്ലാ നിയമസഹായവും ചെയ്യും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇക്കാര്യത്തിൽ ആൾറെഡി സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നിയമവിരുദ്ധതയ്ക്കെതിരായിട്ടുള്ള നിയമ നടപടികളും മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഇക്കാര്യത്തിലുണ്ടാവും. അത് പാർട്ടി ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടാകുന്ന സമരങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ഭക്ഷ്യവിഷവാദം ഉണ്ടായ ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഏത് രാജ്യത്ത് നടക്കുന്ന കാര്യമാണ്. ഇത് ഉത്തരകൊറിയൊന്നുമല്ലല്ലോ. കായംകുളം അങ്ങനെ ഒരു നിയമ വിധേയമല്ലാത്ത പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമാക്കി ചില സംഘടിത ഗുണ്ടാശക്തികൾ ശ്രമിക്കുകയാണ്. അതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല. കോൺഗ്രസ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോൺസൺ അബ്രഹാം, അഡ്വക്കേറ്റ് ഇ സമീർ, N രവി, കറ്റാരൻ ഷാജി, A ത്രിവിക്രമൻ തമ്പി, U മുഹമ്മദ്, T സൈൻലാബ്ദീൻ, ചിറപ്പുറത്ത് മുരളി, AP ഷാജഹാൻ, CA സാദിഖ്, അവിനാശ് ഗംഗൻ, അരിത ബാബു, അഫ്സൽ പ്ലാമൂട്ടിൽ തുടങ്ങിയ നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.